ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ 3 ആണ്. ദി സൈഡ് ഓഫ് എ ട്രയാങ്കുലർ പ്ലോട്ട് ആർ ഇൻ ദി റേഷ്യോ ഓഫ് 3:5:7 ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 300 മീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ ഇവിടെ 3 റേഷ്യോസ് ആയിട്ടാണ് തന്നത് അല്ലേ. 3:5:7. അതായത് ഇതിനെ 3x എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 5x 7x. ഈ എക്സ് എത്രയാണെന്ന് നമുക്കറിയില്ല, ജസ്റ്റ് റേഷ്യോ മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് പെരിമീറ്ററും തന്നിട്ടുണ്ട്. പെരിമീറ്റർ 300 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 300 മീറ്റർ ആണ്. അപ്പോൾ 3x + 5x + 7x ഈസ് ഈക്വൽ ടു 300. നമുക്ക് ആദ്യം ഇത് എക്സ് ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ എത്രയാണ് സൈഡ്സ് അറിയാൻ പറ്റും. എന്നിട്ട് വേണം ഏരിയ കാണാൻ. അപ്പോൾ 3 + 5 8, 8 + 7 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 15x ഈസ് ഈക്വൽ ടു 300. Therefore x ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 15 30ൽ 15 എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്, പിന്നെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്ര വന്നു? 20 എന്ന് വന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ എക്സ് 20 ആണെങ്കിൽ നമുക്ക് ഓരോ സൈഡ്സും എത്രയാണെന്ന് നോക്കാം. അപ്പോൾ സൈഡ്സ് 3x ഈസ് ഈക്വൽ ടു 3 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ എന്ന് വരും. അതുപോലെ തന്നെ അടുത്തത് 5x എന്ന് പറഞ്ഞാൽ 5 × 20 ഈസ് ഈക്വൽ ടു 5 2s are 10. 5 × 20 എന്ന് പറഞ്ഞാൽ 100. 7x ഈസ് ഈക്വൽ ടു 7 × 20 ഈക്വൽ ടു 140 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ നമുക്ക് എല്ലാ സൈഡ്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എസ് കാണാം. അപ്പോൾ എസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുണ്ട്. പെരിമീറ്ററിൻ്റെ ഹാഫാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ 300 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 150 ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ മൂന്ന് സൈഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താലും നമുക്ക് അത് തന്നെ കിട്ടുക. ഇവിടെ നോക്കിയാൽ അറിയാം 100 + 60 160, 160 + 40 200, 200 + 100 300, 300/2 എന്ന് പറഞ്ഞാൽ 150. അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് 150 തന്നെയാണ് എസ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി നമുക്ക് S-Aയും S-Bയും സിയും ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ S-A എന്ന് പറഞ്ഞാൽ 150 - 60 ഈസ് ഈക്വൽ ടു 90 വരും. അതുപോലെ തന്നെ S-B എന്ന് പറഞ്ഞാൽ 150 - B എന്ന് പറയുന്നത് 100 ആയിരുന്നു. അതുകൊണ്ട് 150 - 100 എന്ന് പറഞ്ഞാൽ 50. S-C ഈസ് ഈക്വൽ ടു 150 - 140 ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് വരും. നമുക്ക് സൈഡ്സൊക്കെ കിട്ടിയത് മീറ്ററിലാണ്, മീറ്റർ തന്നെ കൊടുക്കുക. സെൻറ്റിമീറ്ററാണ്, സെൻറ്റിമീറ്ററിൽ കൊടുക്കുക. ഇനി നമുക്ക് ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഹെറോൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു √of S × S-A × S-B × S-C. അപ്പം നമുക്ക് വാല്യൂസൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. S-A എന്ന് പറഞ്ഞാൽ 90 ആണ്, S-B 50, S-C 10. അപ്പോൾ √of S എന്ന് പറഞ്ഞാൽ 150 × 90 × 50 × 10. ഇനി ഇതിനെ നമുക്ക് പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. പ്രോഡക്റ്റ് ആക്കി എഴുതുന്ന സമയത്ത് ഈ 150യെ മാറ്റിയിട്ട് ഇതിനെ നമുക്ക് 50 × 3 ടൈംസ് 50 × 3 എന്ന് എഴുതാം. 90യെ 30 × 3 എന്ന് എഴുതാം. 50 ഇതുപോലെ തന്നെ എഴുതി കൊടുത്തു. 10ഉം അതുപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. രണ്ടെണ്ണം പെയറാക്കിയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ഈ 50 എന്ന് ഒരെണ്ണത്തിന് ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഈക്വൽ ടു 50 × 3 എന്ന് ഒരെണ്ണം എടുത്തു. 10 ഞാൻ അതുപോലെ തന്നെ എഴുതി, റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി കൊടുത്തു.
30 ഇൻറ്റു 10 എന്ന് എഴുതി. ഇതിനെ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. അപ്പോൾ 50 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 150 ആണ്. ഈ റൂട്ടിനുള്ളിൽ 30 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 10നെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 10 ഔട്ട് സൈഡിൽ എടുത്താൽ 150 ഇൻറ്റു 10 √3 അതുപോലെ എഴുതി. അപ്പോൾ 150 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1500 ആണ്. √3 അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് 1500 √3 എന്ന് ആൻസർ കിട്ടും. ഇതിനെ നമുക്ക് പല രീതിയിൽ പ്രോഡക്റ്റാക്കി എഴുതാൻ പറ്റും. എനിക്ക് എൻ്റെതായ ഒരു ഐഡിയ എഴുതിയതാണ്. നിങ്ങൾക്ക് വേറെ രീതിയിലും എഴുതി നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഹാവിങ് ഈച്ച് സൈഡ് എ സെൻറ്റിമീറ്റർ. അപ്പോൾ ഓരോ സൈഡും എ സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, ഓരോ സൈഡും എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് എന്താണെന്ന് ആദ്യം നോക്കാം. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 3a/2 എന്ന് വരും. എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 3a ആണ്. 3a/2 എന്ന് കിട്ടി. നമുക്ക് എസ് മൈനസ് എയും എസ് മൈനസ് ബി എസ് മൈനസ് സിയും കാണാം. എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എസ് 3a/2 ആണ് അല്ലേ. അപ്പോൾ ഈ 3a/2 മൈനസ് എ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക, അതായത് LCM മെത്തേഡ്. അപ്പോൾ 3a മൈനസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2a ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 3a മൈനസ് 2a എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ ആണ്. a/2. എസ് മൈനസ് എയും ഇപ്പോൾ എസ് മൈനസ് ബി എടുത്താലും ഇത് തന്നെയാണ് കിട്ടുക, കാരണം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് എസ് മൈനസ് സിയും a/2 എന്ന് വന്നു. അപ്പോൾ എസ് മൈനസ് എയും ബിയും സിയും ഒക്കെ സെയിം തന്നെയാണ് വരിക, സൈഡ് സെയിം ആയതുകൊണ്ട്. ബൈ ഹെറോൺസ് ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി വിച്ച് ഈസ് ഈക്വൽ ടു, എസ് എന്ന് പറഞ്ഞാൽ 3a/2 ആണ്. അപ്പോൾ 3a/2 ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ a/2 ആണ്, ഇൻറ്റു എസ് മൈനസ് ബി a/2, എസ് മൈനസ് സിയും a/2. ഇവിടെ നിന്ന് നമുക്ക് a/2 പെയറാക്കി എഴുതാം. അപ്പോൾ ഈ രണ്ട് a/2 എന്ന് ഒരെണ്ണത്തിന് ഔട്ട് സൈഡിലേക്ക് എടുത്തു, ഇൻറ്റു ഇതിൽ നിന്നും ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ a/2 ഇൻറ്റു a/2 √3 അതുപോലെ എഴുതി കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ മാറ്റി എഴുതാം. a/2 ഇൻറ്റു a/2 എന്ന് പറയുമ്പോൾ a ഇൻറ്റു a സ്ക്വയർ, 2 ഇൻറ്റു 2 4, a²/4, ഇവിടെ ഒരു √3 കൂടെ വരും. അപ്പം ഇങ്ങനെ പറയാം, √3 a²/4 എന്ന് പറയാം. √3 a²/4 കിട്ടും. അപ്പം നമുക്കറിയാം ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, √3 a²/4. ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു √3 a²/4.